ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വരവ് ചിലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കേടെന്ന് ഹൈക്കോടതി. ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത്. ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത 2 കോടി തിരിച്ചടച്ചില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്നും നിർദ്ദേശം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ? ഇല്ല, ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടുവന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നതാണ് ഇതിന്റെ കണക്കുകൾ അത് വളരെ ഷാർപ്പായിരിക്കണം, വളരെ കൃത്യമായിരിക്കണമെന്ന്. പക്ഷേ ആ കണക്കുകൾ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുണ്ട്. അതിൽ വൻ പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ തന്നെ കണ്ടെത്തൽ. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി മറ്റൊരു ഓഡിറ്റ് വിഭാഗമായ ഒരു പ്രൈവറ്റ് ഓഡിറ്റ് ഏജൻസിയാണ് ആ കണക്കുകൾ നൽകിയിട്ടുള്ളത്. ആ കണക്കുകൾ ഇന്ന് കോടതിക്ക് മുമ്പാകെ ഫീൽഡ് കവർ ലഭിച്ചു. കോടതി അത് പരിശോധിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. ആ ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ്. ബില്ലും അതോടൊപ്പം തന്നെ സാധനങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. പരിപാടിക്ക് എത്തിയവർക്ക് പ്രസാദം നൽകിയത്, അതായത് ഈ അപ്പം, അരവണ പോലുള്ള വസ്തുക്കൾ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു കണക്കും ഈ എക്സൽ ഷീറ്റിൽ ഒരിടത്തും കാണാനില്ല. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് 150 കിടക്കുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ 100 കിടക്കകളുടെ കാര്യം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 50 കിടക്കകൾ കാണാനില്ല. 10,73,000 രൂപയാണ് ഇതിന് കണക്കായി വകയിരുത്തിയത്. പക്ഷെ ആ കണക്കും ലഭ്യമല്ല എന്ന് ദേവസ്വം ബോർഡ് നൽകിയ കണക്കിൽ അതും മനസ്സിലാകുന്നില്ല. ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത 2 കോടി തിരിച്ചടച്ചിട്ടില്ല. ആദ്യം തന്നെ പറഞ്ഞതാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പണം എടുക്കില്ല എന്ന്. പക്ഷേ അങ്ങനെ 2 കോടി ലഭിച്ചിട്ടും ആ പണം തിരിച്ചടക്കാനുള്ള നടപടി ഉണ്ടായിരുന്നില്ല. ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ടിയാൽ ഗുരുതരമാണെന്നും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്നും ചൂണ്ടിക്കാണിക്കുമെന്നും കോടതി പറഞ്ഞു. GST ഇനത്തിലും വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇൻപുട്ട് ക്രെഡിറ്റ് ബോർഡിന് അർഹതയുള്ളത് 1,07,00,000 രൂപയാണ്. എന്നാൽ റിട്ടേൺ ആയി കാണിച്ചിരിക്കുന്നത് 45 ലക്ഷം രൂപ മാത്രമാണ്. 61 ലക്ഷത്തോളം രൂപ ബോർഡിന്റെ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ടെന്നതിൽ വ്യക്തതയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പായി ലഭിച്ച 2 കോടി രൂപയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ലഭ്യമല്ലെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. അടിയന്തരമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റും വിശദീകരണം നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. രീതിയിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് ദേവസ്വം ബോർഡിന്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.